സീക്രട്ട് ടെക്നിക് ഉപയോഗിച്ചാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ 30 ദിവസം കൊണ്ട് മോണിറ്റൈസ് ആക്കിയെടുത്തത്. ഞാൻ എൻ്റെ ചാനലിലെ ഫസ്റ്റ് സീരിയസ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഏപ്രിൽ 22-നാണ്. അത് കഴിഞ്ഞ് വീണ്ടും 4 വീഡിയോ പോസ്റ്റ് ചെയ്തു. കൃത്യം മെയ് 23-ന് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി. ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ച പ്ലാനിങ്, സാധാരണ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്സ്, അതിന് ഞാൻ ഉപയോഗിച്ച മേജർ സ്ട്രാറ്റജി, ഇതെങ്ങനെ നിങ്ങൾക്കും ചെയ്തെടുക്കാം, ഇതൊക്കെയായിരിക്കും ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. ഹലോ, ഹായ്, ഞാൻ പ്രിയ. എൻ്റെ യൂട്യൂബ് ചാനൽ മൊത്തമായി ഡീൽ ചെയ്യുന്നത് ഞാനും എൻ്റെ മോനും കൂടിയാണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വെച്ചാൽ സ്ക്രിപ്റ്റിങ്ങും പ്രസന്റിങ്ങും ഒക്കെ ഞാൻ ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഓവറോൾ മാനേജ്മെന്റ് ചെയ്യുന്നത് എൻ്റെ മോനാണ്. ആക്ച്വലി ആദ്യത്തെ വീഡിയോ ഇടുന്നത് മാർച്ച് 20-നാണ്. ആ സമയത്ത് നമുക്കൊരു ഇതിൻ്റെ യൂട്യൂബ് സ്ട്രാറ്റജിയെ കുറിച്ചോ അതിൻ്റെ ഡയറക്ഷനെ കുറിച്ചോ ഒന്നും ഒരു കാര്യങ്ങളും അറിയില്ലായിരുന്നു. പിന്നീടാണ് നമ്മൾ തീരുമാനിച്ചത് നമ്മുടെ ലൈഫിൽ സ്ഥിരമായി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കോണ്ടന്റ് ഇടാൻ വേണ്ടി. പക്ഷെ അതൊരു വ്ളോഗിന്റെ രൂപത്തിലായിരുന്നില്ല. നമ്മളെ ലൈഫിലുള്ള ഞാൻ നടത്തി വരുന്ന സ്ട്രഗിൾസും അതിന് ആ ഒരു ചാലഞ്ചും കാര്യങ്ങളും ഒക്കെ ഒരു കോണ്ടന്റ് ബേസ്, അതിനെ ചുറ്റിപ്പറ്റിയുള്ള കോണ്ടന്റ് ഇടാൻ പിന്നെ തീരുമാനിച്ചത്. പിന്നീട് നടന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിന്റെ പെട്ടെന്ന് മോണിറ്റൈസ് ആവാനും അതിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസിനും കാരണം. അങ്ങനെയാണ് നമ്മൾ ഈ സീക്രട്ട് ടെക്നിക്കിലേക്ക് എത്തിപ്പെട്ടത്. അപ്പൊ അതെന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. അതിനു മുമ്പ് യൂട്യൂബിൽ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്സിനെ കുറിച്ച് പറയാം. അടിപൊളിയായി വീഡിയോസ് ഒക്കെ ഉണ്ടാക്കും, സൂപ്പർ കോണ്ടന്റ് ആയിരിക്കും, അതൊക്കെ വളരെ ഭംഗിയായി ഷൂട്ട് ചെയ്ത് അവർ അപ്ലോഡ് ചെയ്യും. പക്ഷേ എന്താ, തട്ടിക്കൂട്ടി ഒരു തംബ്നെയിലും ഒരു ടൈറ്റിലും ഉണ്ടാക്കിയിട്ട് അവർ അപ്ലോഡ് ചെയ്യും. ഇതാണ് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. യൂട്യൂബിന് ഒരു തിയറി ഉണ്ട്. മിസ്റ്റർ ബീസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ പറഞ്ഞതാണ്, ഇഫ് ദേ ഡോണ്ട് ക്ലിക്ക് ദേ ഡോണ്ട് വാച്ച്. അതായത് അവർ നിങ്ങളെ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവരത് കാണാനും പോകുന്നില്ല. അതിൽ വീഡിയോയിലെ കോണ്ടന്റ് എത്ര അടിപൊളിയാണെന്ന് പറഞ്ഞാലും അവർ ക്ലിക്ക് ചെയ്തിട്ടില്ല, അവരത് കാണാനേ ചാൻസ് ഇല്ല. ഒരു കാര്യമില്ല. നമ്മൾ എപ്പോഴും തംബ്നെയിൽ ഡിസൈൻ ചെയ്യുന്നത് നമ്മളെ കണ്ണിന് അടിപൊളിയൊന്നും തോന്നിയിട്ടാ. നമുക്ക് നോക്കുമ്പോൾ അത് ഭയങ്കര സൂപ്പർ ആയിരിക്കും. പക്ഷെ ആ തംബ്നെയിലിന് വ്യൂസ് കിട്ടാൻ ചാൻസ് ഉണ്ടോ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അത് മറ്റൊരാൾക്ക് അത് കണ്ട് ക്ലിക്ക് ചെയ്യാൻ തോന്നണമെന്ന് പോലും ഇല്ല. ഈ മിസ്റ്റേക്ക് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വളരെ കുറവ് വ്യൂസേ കിട്ടിയിട്ടുള്ളൂ. അടുത്ത മിസ്റ്റേക്ക്, ആൾക്കാർ കുറെ കണ്ടന്റ് ഉണ്ടാക്കും, എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യും, എന്നിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കും, ദൈവമേ ഇതിന് ഒരുപാട് വ്യൂസ് കയറണേന്ന്. എല്ലാവരും ഇപ്പോഴും വിശ്വസിക്കുന്നത് യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു ലക്കിന്റെ കളിയാണ്, ഒരു ഭാഗ്യത്തിന്റെ കളിയാണെന്നാണ്. പക്ഷെ ഇപ്പോഴും കൂടുതൽ ആളുകൾക്കും അവരെ യൂട്യൂബ് ചാനലിന് വ്യൂസ് കിട്ടാത്തതും അവർ മോണിറ്റൈസ് ആവാത്തതിനും കാരണം അവരെ തലയിൽ അപ്പൊ തോന്നുന്ന കാര്യങ്ങൾ എടുത്ത് ഒരു റാൻഡം തോട്ട്സിനെ എടുത്ത് വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ്. അവര് ആ വീഡിയോസിന് എത്ര വ്യൂവേഴ്സ് കയറുന്നോ, അതിന് ചാൻസ് ഉണ്ടോ, ഇതൊന്നും അവർ റിസർച്ച് ചെയ്യുന്നില്ല. അവർ ജസ്റ്റ് സ്പ്രേ ആൻഡ് പ്രേ, ഇത് മാത്രം അവർ ചെയ്യുന്നത്. എപ്പോഴെങ്കിലും സക്സസ് ആയിക്കോളും എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ അത് സക്സസ് ആവൂല. അവര് നല്ലൊരു യൂട്യൂബേഴ്സ് ആവാനുള്ള ചാൻസ് ഒരിക്കലും ഇല്ലതാനും. എന്നാൽ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് ഡിഫറെന്റ് ആയി ചെയ്തതെന്ന് വെച്ചാല്, നമ്മൾ ആദ്യം കോണ്ടന്റ് ഐഡിയ ഉണ്ടാക്കുന്നതിന് മുൻപേ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടാനുള്ള ടോപ്പിക്സ് ആദ്യം കണ്ടുപിടിക്കും. അതിനുശേഷം മാത്രമേ ആ ടോപ്പിക്സിനെ ചുറ്റിപ്പറ്റിയുള്ള വീഡിയോ ഐഡിയ ഉണ്ടാക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ തംബ്നെയിലും ടൈറ്റിലും ഉണ്ടാക്കും. വീഡിയോ സ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുൻപേ, വീഡിയോ സ്ക്രിപ്റ്റ് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ തംബ്നെയിലും ടൈറ്റിലും ഫസ്റ്റ് ഉണ്ടാക്കുക. പിന്നെ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കുക അതിന്റെ സൈക്കോളജിയിലായിരിക്കും. കാരണം തംബ്നെയിലിന്റെയും ടൈറ്റിലിന്റെയും സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ അതിന്റെ 70% സൈക്കോളജിയും 30% മാത്രമേ ഡിസൈനിങ് സൈഡും വരുന്നുള്ളൂ. ആ തംബ്നെയിൽ കണ്ടിട്ട് വ്യൂവേഴ്സ് ക്ലിക്ക് ചെയ്യോ അല്ല മാറിപ്പോവോ, ഇതൊക്കെയാണ് നമ്മളൊരു തംബ്നെയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് സ്ക്രിപ്റ്റിന് പകരം ആ വീഡിയോയുടെ ഇൻട്രോ ആണ്. ഈ ഇൻട്രോ എന്ന് പറയുന്ന പോർഷൻ ആണ് ആ വീഡിയോ വ്യൂവേഴ്സ് മുഴുവൻ കാണൂ എന്നതിന്റെ ഡ്രൈവിംഗ് പോയിന്റ്. യൂട്യൂബിന്റെ വേറൊരു തിയറി എന്താന്ന് വെച്ചാല്, എല്ലാവരും നിങ്ങളുടെ വീഡിയോയുടെ മൊത്തം ഡ്യൂറേഷന്റെ 50% കൂടുതൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് യൂട്യൂബിന് നല്ലൊരു സിഗ്നൽ ആണ്, നിങ്ങളുടെ വീഡിയോ എല്ലാവരും കാണും എന്നുള്ളതിന്റെ. അപ്പോൾ യൂട്യൂബ് വീണ്ടും കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങളുടെ വീഡിയോ പുഷ് ചെയ്യും. ഇതിന്റെ പേരാണ് റിറ്റൻഷൻ. ഞാൻ ഈ പറഞ്ഞ 50% ഉണ്ടല്ലോ, ആ ശതമാനത്തിന്റെ പേരാണ് റിറ്റൻഷൻ റേറ്റ്. ഈ റേറ്റ് എത്ര കൂടുന്നോ അത്രയധികം യൂട്യൂബ് നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാനുള്ള സാധ്യതയും കൂടും. റിറ്റൻഷനും CTR ആണ് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസിന്റെ ഗ്രോത്തിന്റെ മെയിൻ പോയിന്റ്. റിറ്റൻഷൻ എങ്ങനെ കൂട്ടാന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇൻട്രോ എത്രയധികം അടിപൊളിയാകുന്നു അത്രയധികം നിങ്ങളുടെ റിറ്റൻഷൻ റേറ്റ് കൂടും. തംബ്നെയിലും ടൈറ്റിലും ഇൻട്രോയും ഒക്കെ റെഡിയാക്കിയതിനു ശേഷമാണ് അടുത്ത പാർട്ടായ റിമൈനിങ് സ്ക്രിപ്റ്റ് എഴുതുക. സ്ക്രിപ്റ്റ് എഴുതിയതിനു ശേഷമാണ് ഷൂട്ട് ചെയ്യുന്നതും അത് പിന്നെ എഡിറ്റിങ്ങിന് പോകുന്നതും പിന്നെ അത് ഷെഡ്യൂൾ ചെയ്യുന്നതും. ഇങ്ങനെയാണ് നമ്മുടെ നോർമൽ യൂട്യൂബിന്റെ പ്രോസസ്സ് ഉണ്ടാകുക. പക്ഷെ ഇതുവരെയായിട്ടും ആ സീക്രട്ട് ടെക്നിക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് പറയേണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നിർത്തിയ കഥ ഒന്നുകൂടെ പറയേണ്ടി വരും. വീഡിയോ ഇതുവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. എന്റെ ഡെയിലി ലൈഫ് എന്ന് വെച്ചാൽ എന്റെ ചാലഞ്ചസും സ്ട്രഗിൾസിനും ഒക്കെ ചുറ്റിപ്പറ്റിയുള്ള കോണ്ടന്റാ ചെയ്യുക, വ്ളോഗ് അല്ല. പക്ഷെ അങ്ങനെയുള്ള കോണ്ടന്റ് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത്. ഞാൻ എടുക്കാൻ പോകുന്ന എന്റെ അടുത്ത ചാലഞ്ച് എന്ന് പറയുന്നത് നിന്നുപോയ എന്റെ ക്ലൗഡ് കിച്ചൺ റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പൊ അതാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ആയി ഞാൻ പിന്നെ ചെയ്തത്. ആ ബിസിനസ്സിനെ ചുറ്റിപ്പറ്റി ഒരു വ്ളോഗ് ചെയ്യുന്നതിന് പകരം അതൊരു ബിസിനസ് ഐഡിയ ആക്കി പ്രസന്റ് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചത്. കാരണം അത് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു തോട്ട് വന്നത്. കാരണം അതിനെക്കുറിച്ച് ഒരു വ്ളോഗ് ചെയ്യുന്നതിനെക്കാളും ബെറ്റർ അല്ലേ അതൊരു ബിസിനസ് ഐഡിയ ആക്കി പ്രസന്റ് ചെയ്യുന്നത് എന്ന്. അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് തന്നെ നമ്മൾ അതിന്റെ വീഡിയോ എടുത്തു, നല്ല ഭംഗിയായി എഡിറ്റ് ചെയ്തു. ആ ടൈം നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പോലെ എല്ലാ
എല്ലാവരും ചെയ്യുന്നൊരു തെറ്റെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടാണ് തംബ്നെയിലും ടൈറ്റിലും ഒക്കെ ഉണ്ടാക്കിയത്. പക്ഷെ നമ്മളിവിടെ ഒരു ഡിഫറൻസ് ചെയ്തെന്താന്ന് വെച്ചാൽ, ഒരു ബ്ലൈൻഡ് ആയിട്ട് ഒരു തംബ്നെയിൽ ഉണ്ടാക്കുന്നതിന് പകരം അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ പോയി. എങ്ങനെയുള്ള തംബ്നെയിലാണ് ക്ലിക്ക് ആകുക എന്ന്. നമ്മൾ തംബ്നെയിൽ ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, ബിസിനസ് ഐഡിയ എന്നുള്ള ഒരു വീഡിയോ, അതിന് സിമിലർ ആയിട്ടുള്ള വീഡിയോസ് യൂട്യൂബിൽ റിസർച്ച് ചെയ്തു. കുറേ വീഡിയോസ് കിട്ടി. അതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോസും എടുത്തു. പിന്നെ ഏതെങ്കിലും ഒരു ക്രിയേറ്ററിന്റെ അവരെ ഒരുപാട് വീഡിയോസിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോസും എടുത്തു. ഈ ഒരു പ്രോസസ്സിന്റെ പേരാണ് ഔട്ട്ലയർ റിസർച്ച്. ഈ ഔട്ട്ലയർ റിസർച്ച് ആണ് 30 ദിവസം കൊണ്ട് എന്റെ ചാനൽ മോണിറ്റൈസ് ആക്കാൻ വേണ്ടി ഞാൻ സ്വീകരിച്ച ടെക്നിക്ക്. ഔട്ട്ലയർ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ക്രിയേറ്ററിന്റെ എല്ലാ വീഡിയോസിലും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോസിനാണ് ഔട്ട്ലയർ വീഡിയോസ് എന്ന് പറയാം. നമ്മൾ നേരത്തെ എടുത്ത എല്ലാ വീഡിയോസിന്റെയും തംബ്നെയിലും ടൈറ്റിലും ഒക്കെ നോക്കി എല്ലാം മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്ത് എല്ലാം കൂടി മിങ്കിൾ ചെയ്ത് നമ്മളുടേതായിട്ടുള്ള തംബ്നെയിലിന്റെയും ടൈറ്റിലിന്റെയും ഒരു വേർഷൻ ഉണ്ടാക്കി. എന്നിട്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്തു. സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ 6 ദിവസത്തിനുള്ളിൽ ആ വീഡിയോക്ക് 25,000 വ്യൂസ് കിട്ടി. ആ ഒരു പെർഫോമൻസ് ആയിട്ട് നമ്മൾ ആകെ ഞെട്ടിപ്പോയി. കാരണം 6 ദിവസം കൊണ്ടാണ് 25,000 വ്യൂസ് കിട്ടിയത്. നമ്മുടെ ഫസ്റ്റ് വീഡിയോക്ക് തന്നെ അങ്ങനെ കിട്ടും നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നീടുള്ള അടുത്ത 2 വീഡിയോ നമ്മൾ ചെയ്ത് ബിസിനസ് ഐഡിയാസിനെ കുറിച്ചല്ല, നമ്മൾ ഈ ചെയ്ത ബിസിനസ്സിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയെന്നും അതെങ്ങനെ നമ്മൾ ഡീൽ ചെയ്തതും ഈ ഒരു കാര്യങ്ങളൊക്കെ കൂടിയിട്ടായിരുന്നു അടുത്ത 2 വീഡിയോസ് നമ്മൾ ചെയ്തത്. അതിൽ നമ്മൾ ഔട്ട്ലയർ റിസർച്ചോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വ്യൂസും വളരെ കുറവായിരുന്നു. ഫസ്റ്റ് വീഡിയോസിന് ഇത്രയും വ്യൂസ് കയറി. ഈ സെക്കൻഡ് 2-3 നമ്മൾ ചെയ്ത വീഡിയോസിന് ഇത്രയും വ്യൂസ് കുറവിനും എന്താണ് കാരണം? നമ്മൾ വീണ്ടും ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കി യൂട്യൂബിൽ. അപ്പം നമ്മൾ പുതിയൊരു കാര്യം കൂടി പഠിച്ചു. എന്താണോ വർക്ക് ചെയ്യുന്നത് അതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും വർക്ക് ചെയ്യാത്ത കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യാനേ പാടില്ല എന്നുള്ള പുതിയൊരു യൂട്യൂബ് റൂളാണ് നമ്മൾ അതിലൂടെ പഠിച്ചത്. അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാത്ത ആ 2 വീഡിയോസ് നമ്മൾ പിന്നെ ശരിയാക്കാനും പോയില്ല. സിമിലർ ആയിട്ടുള്ള മറ്റുള്ള വീഡിയോസ് നമ്മൾ ചെയ്തതുമില്ല. പകരം ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള ബിസിനസ് ഐഡിയാസ് എന്നുള്ള ടോപ്പിക് എടുത്തു. അതിനെ ചുറ്റിപ്പറ്റിയുള്ള വീഡിയോസ് ചെയ്യാനും തീരുമാനിച്ചു. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഔട്ട്ലയർ റിസർച്ചും കാര്യങ്ങളും ഒക്കെ ചെയ്തു. നല്ല തംബ്നെയിലും ടൈറ്റിലും ഒക്കെ റെഡിയാക്കി നമ്മളത് അപ്ലോഡ് ചെയ്തു. ആ വീഡിയോ നമ്മൾ വീണ്ടും ഞെട്ടിച്ചു. കാരണം മറ്റേത് 6 ദിവസം കൊണ്ട് 25,000 നേടിയിട്ടുണ്ടെങ്കിൽ ഇത് 5 ദിവസം കൊണ്ട് 30,000 വ്യൂസ് കിട്ടി. ഇതായിരുന്നു ആ 4 വീഡിയോസിലെ ഏറ്റവും ടോപ്പ് വീഡിയോ. 5 ദിവസം കൊണ്ടാണ് 30,000 വ്യൂസ് കളക്ട് ചെയ്തത്. അപ്പൊ നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞ അതേ റൂള് ഫോളോ ചെയ്തു. എന്താണോ വർക്ക് ചെയ്യുന്നത് അതിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തു. കുറച്ചുകൂടെ ബിസിനസ് ഐഡിയാസ് നമ്മൾ കണ്ടെത്തി, അത് നമ്മൾ അപ്ലോഡ് ചെയ്തു. പക്ഷേ നേരത്തെ പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടെ ഡിഫറൻസ് നമ്മൾ അതിൽ വരുത്തി ഇൻട്രോയിലും കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ 5ാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്ത് അങ്ങനെ ചെയ്ത വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കയറിയ വീഡിയോ. ആ വീഡിയോക്ക് ഇപ്പോൾ 3,65,000 വ്യൂസ് ഉണ്ട്. ഈ വീഡിയോ ആണ് ആക്ച്വലി നമ്മുടെ ചാനലിനെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് പെട്ടെന്ന് എത്തിച്ചത്. ഇങ്ങനെയാണ് ഞാൻ ഈ 5 വീഡിയോസ് കൊണ്ട് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഹിറ്റ് ചെയ്തത്. പിന്നെ അതിനിടയിൽ ഒരു കാര്യം പറയാം. ഈ വീഡിയോ എൻ്റെ യൂട്യൂബ് ഗ്രോത്ത് സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ്. 3 വീഡിയോ ഉണ്ട്. ബാക്കി 2 വീഡിയോസ് ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കിട്ടേണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇത് കാണുന്ന പുതിയ യൂട്യൂബേഴ്സിന് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്തൊക്കെ പഠിക്കാമെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നിങ്ങളുടെ മനസ്സിലൊരു വീഡിയോ ഐഡിയ ഉണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുൻപ് ആ ഐഡിയക്ക് ആ കോണ്ടന്റിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യൂസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യാം. ആ സെയിം വീഡിയോസ് പോലത്തെ വീഡിയോസ് യൂട്യൂബിൽ ഉണ്ടോ എന്നും അതിന് എത്രയാണ് വ്യൂസ് കിട്ടിയിട്ടുള്ളത് എന്നും നിങ്ങൾ റിസർച്ച് ചെയ്യാം. നിങ്ങൾ 1,00,000 വ്യൂസാണ് ടാർഗറ്റ് ചെയ്തതുകൊണ്ട് ആ സെയിം സിമിലർ കോണ്ടന്റിന് 1,00,000 വ്യൂസിന് മേലെ വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ വീഡിയോ ചെയ്യാൻ പാടുള്ളൂ. ഇല്ല നിങ്ങളത് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് വ്യൂസ് കിട്ടാൻ ചാൻസ് വളരെ കുറവേ ഉള്ളൂ. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ഔട്ട്ലയർ റിസർച്ച് ചെയ്തിട്ട് മാത്രം തംബ്നെയിലും ടൈറ്റിലും ഉണ്ടാക്കുക. ഈ ഔട്ട്ലയർ റിസർച്ച് ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ വൈറലാകാനുള്ള സാധ്യത കൂട്ടും. അതിനെ യൂട്യൂബ് മാക്സിമം പുഷ് ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഒരിക്കലും തംബ്നെയിലും ടൈറ്റിലും ഉണ്ടാക്കാതെ നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോകരുത്. പിന്നെ അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഒരു വീഡിയോനെ കാണി കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കണം അടുത്ത വീഡിയോ. ഭയങ്കരം 100% ബെറ്റർ ആക്കണം എന്നില്ല. ഒന്നിക്ക് തംബ്നെയിലായിരിക്കാം, അല്ലെ ടൈറ്റിലായിരിക്കാം, അല്ലെ ഇൻട്രോയിലായിരിക്കാം. കുറച്ചുകൂടെ ബെറ്റർ ആവാനുള്ള ചാൻസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. എന്നാലും നമുക്ക് യൂട്യൂബർ എന്നുള്ള നിലയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഇതുവരെ കണ്ടവർക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാനും ഒരു ക്രിയേറ്ററാണ്, പക്ഷെ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ വിവരമൊന്നുമില്ല. ഇതൊക്കെ ഞാൻ ഈ അടുത്ത കാലത്ത് പഠിച്ചെടുത്താണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് ഞാൻ വൻ യൂട്യൂബറോ സംഭവം ഒന്നുമല്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി പറഞ്ഞു തന്നു. ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും അവർക്കാവുന്നത് പോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, സക്സസ് ആവുന്നു ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ ഏത് പേരിലാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനും ഏത് ദിവസം സ്റ്റാർട്ട് ചെയ്യാനും എന്റെ കമന്റ് ബോക്സിൽ ഇപ്പൊ തന്നെ നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോ. എനിക്ക് അറിയാലോ ആർക്കൊക്കെ ആഗ്രഹമുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന്. അപ്പൊ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.